രാജേന്ദ്ര ചോളന്റെ ആക്രമണത്തിൽ തകർന്ന തിരുവഞ്ചക്കുളം പട്ടണത്തെ പരിഷ്കരിച്ച രവിവർമ്മ മഹാരാജാവ് വീണ്ടും ആ പട്ടണത്തെ തലസ്ഥാനമാക്കിയതിനു ശേഷം തൻ്റെ മേൽക്കോയ്മയിൻ കീഴിലുള്ള നാടുവാഴികളായ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അധികാരങ്ങൾക്ക് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. ഇന്നത്തെ വീഡിയോയിൽ രവിവർമ്മ മഹാരാജാവ് ഏർപ്പെടുത്തിയ അധികാര വ്യവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാം. ചേരമാൻ പെരുമാൾ രാജ്യസ്വാതന്ത്ര്യം വിഭജിച്ചു കൊടുത്ത കാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും അതിനോടടുത്തുള്ള കാവുവട്ട എന്ന പ്രദേശവും പടിഞ്ഞാറ്റേടത്ത് ഭട്ടതിരി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് ദാനം ചെയ്തിരുന്നു. അങ്ങനെ ആ ക്ഷേത്രവും പ്രദേശവും കുറേ കാലം ആ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അധീനതയിലായിരുന്നു. ആ ബ്രാഹ്മണ കുടുംബത്തിലെ ഒരാൾ ഐരൂർ കോവിലകത്തെ ഒരു തമ്പുരാട്ടിയെ വിവാഹം കഴിക്കുകയും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കാവുവട്ടം പ്രദേശത്തിൻ്റെയും ഉടമ അവകാശം ആ തമ്പുരാട്ടിക്കും മക്കൾക്കുമായി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ അധികാരം ഐരൂർ രാജകുടുംബത്തിൻ്റെ കീഴിലായിരുന്ന കാലത്താണ് രാജേന്ദ്ര ചോളൻ തിരുവഞ്ചക്കുളം പട്ടണവും മറ്റും ആക്രമിച്ചത്. ആ ആക്രമണത്തിൻ്റെ ഫലമായി ആ പ്രദേശമെല്ലാം അനാഥമായി തീർന്നപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മറ്റും ഉടമസ്ഥരായിട്ടുള്ള ഐരൂർ രാജകുടുംബത്തിലെ ശാഖക്കാർ കൊടുങ്ങല്ലൂർ വന്ന് സ്ഥിരതാമസം ഉറപ്പിച്ചു. അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരുവഞ്ചക്കുളം ഉൾപ്പെടെയുള്ള കൊടുങ്ങല്ലൂർ കരയുടെ എല്ലാം ഭരണം ആ രാജാക്കന്മാരുടെ കീഴിലായി തീർന്നു. കൊടുങ്ങല്ലൂർ രാജാക്കന്മാർ ആ രാജ്യം ഭരിക്കുന്ന കാലത്താണ് പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രവിവർമ്മ മഹാരാജാവ് ദിഗ്ജയം നടത്തി വീണ്ടും പ്രാബല്യം നേടിയത്. തിരുവഞ്ചക്കുളത്ത് വീണ്ടും രാജധാനിയും മറ്റും സ്ഥാപിക്കാൻ ആ മഹാരാജാവ് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള പ്രദേശമെല്ലാം വിട്ടുകൊടുക്കുകയും ശേഷം ഭാഗത്ത് മാത്രം ഭരണം നടത്തുവാൻ കൊടുങ്ങല്ലൂർ തമ്പുരാൻ സമ്മതിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 1137 കൊല്ലവർഷം 312 ആണ്ടോടുകൂടി തലസ്ഥാനം തിരുവഞ്ചക്കുളത്തേക്ക് മാറ്റിയതിന് ശേഷം രവിവർമ്മ മഹാരാജാവ് തൻ്റെ മേൽക്കോയ്മയിൻ കീഴിലുള്ള നാടുവാഴികളായ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അധികാരങ്ങൾക്ക് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. രാജാവ്, തലച്ചെന്നവർ, അച്ഛൻ, കൈമൾ, കർത്താവ്, നമ്പിയാർ, നായർ എന്നിങ്ങനെ പലതരത്തിൽ സ്ഥാനങ്ങളുള്ള നാടുവാഴികളുടെ അധികാര താരതമ്യം കേരളത്തിൽ പണ്ട് തൊട്ടേയുള്ള ക്രമമനുസരിച്ചാണ് ഈ മഹാരാജാവും വ്യവസ്ഥപ്പെടുത്തിയത്. സ്ഥാനമാനങ്ങൾ അനുസരിച്ച് നാടുവാഴികളെല്ലാം അധികാര പ്രാബല്യത്തിൻ്റെ ഏറ്റക്കുറവനുസരിച്ച് സ്വരൂപികൾ, പ്രഭുക്കന്മാർ, മാടമ്പിമാർ എന്നിങ്ങനെ 3 തരത്തിൽ ഉൾപ്പെട്ടിരുന്നു. കൊല്ലും കൊലയും നടത്താൻ അധികാരമുള്ളവരാണ് സ്വരൂപികൾ. ഇവർ മേൽക്കോയ്മയുടെ അനുവാദം കൂടാതെ സ്വന്തമായി നാണയം അടുപ്പിക്കുകയോ യുദ്ധം നടത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. മേൽക്കോയ്മ ആവശ്യപ്പെട്ടാൽ സൈന്യങ്ങളെ അയച്ചു കൊടുക്കണം. വെൺപലനാട്, പറൂർ, ഐരൂർ എന്നീ സ്വരൂപങ്ങളിലെ രാജാക്കന്മാർ ഈ വർഗത്തിൽ ചേർന്നവരായിരുന്നു. രാജാവെന്ന സ്ഥാനമില്ലെങ്കിലും രാജാവിൻ്റെ നിലയിൽ തന്നെ നീതിന്യായം നടത്തി രാജ്യാധികാരത്തോടുകൂടി ഭരിച്ചു വന്നിരുന്ന ചില കൈമന്മാർ, തലച്ചെന്നവന്മാർ, അച്ഛന്മാർ തുടങ്ങിയവരും ഈ സ്വരൂപികൾ എന്ന വർഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. സ്വരൂപികൾക്കുള്ള അധികാരങ്ങളിൽ കൊല്ലും കൊലയും ഒഴിച്ച് സ്വരൂപികളെ പോലെ തന്നെ മറ്റെല്ലാ അധികാരങ്ങളും ഉള്ളവരാണ് പ്രഭുവർഗത്തിൽപ്പെട്ടിരുന്നവർ. അധികാരശക്തി വളരെ കുറഞ്ഞ നാടുവാഴികളാണ് മാടമ്പിമാർ. ഈ മാടമ്പിമാർക്ക് വാളും പരിചയും ധരിച്ച അകമ്പടി, ചങ്ങലവട്ട മുതലായ ആചാരങ്ങൾ ഉണ്ടെന്നല്ലാതെ അവരുടെ കീഴിൽ ആയുധ അഭ്യാസികളായ സൈന്യങ്ങളോ നീതിന്യായം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടായിരുന്നില്ല. അന്യരാജ്യങ്ങളിലേക്ക് ഓരോ സാധനങ്ങൾ അയക്കുന്നതിനും അന്യരാജ്യങ്ങളിൽ നിന്ന് വരുത്തുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം പിരിച്ചു മേൽക്കോയ്മയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എല്ലാ നാടുവാഴികളുടെയും ചുമതലയായിരുന്നു. രവിവർമ്മ മഹാരാജാവ് 10 സംവത്സരത്തോളം കാലം രാജ്യം ഭരിച്ചതിന് ശേഷം ഭരണാധികാരം ഇളയ രാജാവും അനുജനുമായ കേരളവർമ്മ രാജാവിനെ ഏൽപ്പിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഈശ്വരഭജനം ചെയ്ത് ശേഷം കാലം കഴിച്ചു കൂട്ടുവാൻ തീർച്ചയാക്കി. ആ വിവരം വെട്ടത്തുനാട് വാണിരുന്ന ഇളയ രാജാവിനെ ആളയച്ചു വരുത്തി അറിയിച്ചപ്പോൾ ജ്യേഷ്ഠൻ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ താൻ മഹാരാജാധികാരം നടത്തണമെന്ന് കൽപ്പിക്കുന്നത് വളരെ സങ്കടമാണെന്നാണ് ജ്യേഷ്ഠഭക്തനായ കേരളവർമ്മ രാജാവ്
മറുപടി അറിയിച്ചത്. ഒടുവിൽ മഹാരാജാവിൻ്റെ ആഗ്രഹം സാധിക്കുന്നതിനും ഇളയ രാജാവിന് വിഷമം ഉണ്ടാകാതിരിക്കുന്നതിനുമായി അവർ രണ്ടാളും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. രാജ്യഭരണകാര്യങ്ങളിൽ രാജകുമാരന്മാരിൽ ആരെങ്കിലും മഹാരാജാവിൻ്റെ പ്രതിനിധിയായി ഭരണം നടത്തണം. സ്വരൂപത്തിലെ കാരണവസ്ഥാനമായ പെരുമ്പടപ്പ് മൂപ്പീന്ന് എന്ന സ്ഥാനം രവിവർമ്മ മഹാരാജാവിന് തന്നെ ആയിരിക്കണം. ഭരണം നടത്തിവരുന്ന ആൾ മഹാരാജാവിൻ്റെ അടുത്ത അവകാശിയായ ഇളയ രാജാവിന് ഭരണാധികാരം ഒഴിഞ്ഞുകൊടുക്കണം എന്ന് മാത്രമല്ല, പ്രതിനിധിയായി ഭരണം നടത്തിയ ആൾ പിന്നെ ഒരിക്കലും ഭരണാധികാരം കിട്ടുന്നതുമില്ല. മേലിലും ഇങ്ങനെയുള്ള വ്യവസ്ഥയോടുകൂടി ഈ സ്വരൂപത്തിലെ മഹാരാജാക്കന്മാർക്ക് കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും പ്രതിനിധിയാക്കി ഭരണാധികാരം ഏൽപ്പിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. രവിവർമ്മ മഹാരാജാവ് ഈ വ്യവസ്ഥ പ്രകാരം മരുമക്കളിൽ ഒരാളായ ഉണ്ണിരാമവർമ്മ രാജകുമാരനെ ഭരണാധികാരം ഏൽപ്പിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുകയും ചെയ്തു. പിന്നെയും 10 സംവത്സരത്തോളം കഴിഞ്ഞാണ് അദ്ദേഹം മരണമടഞ്ഞത്. അതിനുശേഷം കേരളവർമ്മ രാജാവ് 7 സംവത്സരം, അതായത് 1164 കൊല്ലവർഷം 339 വരെ മഹാരാജാവായി നാടുവാണു.